നമസ്കാരം. ഇപ്പോൾ എല്ലാ കണ്ണുകളും മമതാ ബാനർജിയിലേക്കാണ്. നമുക്കറിയാം ഈ ബംഗാളിലെ ഇലക്ഷൻ റിസൾട്ട് എന്താണ് എന്നുള്ളത്. ഒരുപക്ഷെ കേരളത്തിൽ നിന്നും ആദ്യമായിട്ട് BJP ആയിരിക്കും ബംഗാളിൽ അധികാരത്തിൽ വരിക എന്ന് കാരണസഹിതം പറഞ്ഞ ഒരു വ്യക്തി ഞാനായിരിക്കാം. എന്തായാലും റിസൾട്ട് വന്നു. 294 സീറ്റുകളിൽ 208 സീറ്റോടുകൂടി 3/2 ഭൂരിപക്ഷത്തോടുകൂടി BJP ആണ് ഇനി അധികാരത്തിൽ വരാൻ പോകുന്നത്, അല്ലെങ്കിൽ വരേണ്ടത്. TMCക്ക് വെറും 80 സീറ്റുകൾ മാത്രമേ ഉള്ളൂ. കോൺഗ്രസ്സിന് 2 സീറ്റ് കിട്ടിയിട്ടുണ്ട്. CPM ഇപ്പോഴും സംപൂജ്യരായി തുടരുന്നു എന്നാണ് തോന്നുന്നത്. ഇനി അഥവാ ഇവർക്കൊക്കെ എന്തെങ്കിലും 1-2 സീറ്റുകൾ കിട്ടിയാൽ തന്നെ അതിനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് സെൻട്രൽ ഫോഴ്സസിൻ്റെ സാന്നിധ്യമായിരുന്നു. സെൻട്രൽ ഫോഴ്സസിൻ്റെ അസാന്നിധ്യത്തിൽ ഒരിക്കലും തന്നെ ബംഗാളിൽ ഒരു ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ നടത്തുക സാധ്യമായിരുന്നില്ല. റിസൾട്ട് പ്രഖ്യാപിച്ചതിന് ശേഷമാണ് മമതാ ബാനർജി ഒരു പുതിയ വിചിത്രമായ അവകാശവാദവുമായിട്ട് മുന്നോട്ട് വന്നത്. അതായത് അവർ തോറ്റിട്ടില്ല, അവരിൽ നിന്നും വിജയം BJPയും ഇലക്ഷൻ കമ്മീഷനും കൂടി ഒത്തുകളിച്ചുകൊണ്ട് മോഷ്ടിച്ചുകൊണ്ട് പോവുകയാണ് ഉണ്ടായത്. താനൊരു സ്ഥാനാർത്ഥിയായിരുന്നു, എന്നാൽ തനിക്ക് ഈ കൗണ്ടിംഗ് സെൻറ്ററിൽ കടന്നു കയറാൻ സാധിച്ചില്ല. സത്യത്തിൽ അവിടെ ഈ മൊബൈൽ ഫോണുമായിട്ട് ആർക്കും കയറാൻ കഴിയില്ല, അത് നിരോധിച്ചിരിക്കുകയാണ്. എന്നിരുന്നാലും മമതാ ബാനർജി തൻ്റെ മൊബൈൽ ഫോണും കൊണ്ടാണ് അവിടെ ഇടിച്ച് കയറിയത്. അവിടെ വച്ച് അവർ ആക്രമിക്കപ്പെട്ടു എന്നും ഒക്കെ തന്നെ അവർ കംപ്ലൈൻറ്റ് പറയുന്നുണ്ട്. നാം ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം, ഒരു ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ആർക്കെങ്കിലും എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അതിനുവേണ്ടി ചെയ്യേണ്ടത് ഒരു ഇലക്ഷൻ പെറ്റീഷൻ ഫയൽ ചെയ്യുക എന്നുള്ളതാണ്. അല്ലാതെ ഇതുപോലുള്ള അഭ്യാസ പ്രകടനങ്ങൾ ഒന്നും നടത്തിയതുകൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാവുന്നതല്ല. അങ്ങനെ ഇരിക്കുകയാണ് എൻ്റെ പല സുഹൃത്തുക്കളും എന്നെ വിളിച്ചിട്ട് ഈ മമത രാജിവയ്ക്കാത്ത പക്ഷം ബംഗാളിൽ ഒരു ഭരണഘടനാ പ്രതിസന്ധി ഉണ്ടാകില്ലേ എന്ന് ചോദിച്ചത്. അപ്പോൾ അതിനുള്ള ഒരു മറുപടിയായിട്ടാണ് ഈ വീഡിയോ ചെയ്യാമെന്ന് ഞാൻ കരുതിയത്. യഥാർത്ഥത്തിൽ ഈ മമതാ ബാനർജി ചെയ്യാൻ ശ്രമിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2021 ജനുവരി മാസം 6-ാം തീയതി അമേരിക്കയിലെ ഹിൽ ടോപ്പിൽ നടന്നതുപോലെയുള്ള ഒരു സംഭവം, ഇൻസിഡൻറ്റ് കൽക്കട്ടയിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ എന്നാണ് അവർ ആലോചിക്കുന്നത്. 2021 ജനുവരി മാസം 6-ാം തീയതി ഹിൽ ടോപ്പിൽ നടന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2020 അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ ഇലക്ഷന് ശേഷം അതിൽ ജോ ബൈഡനാണ് ജയിച്ചത്, ഡൊണാൾഡ് ട്രംപ് തോറ്റു. അപ്പോൾ ബൈഡൻ്റെ ഈ വിജയം ഭരണഘടനാപരമായിട്ട് സർട്ടിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അമേരിക്കൻ കോൺഗ്രസ് ഹിൽ ടോപ്പിൽ യോഗം ചേർന്നത്. അപ്പോൾ അതിനു മുന്നിൽ ട്രംപിൻ്റെ ആൾക്കാർ തടിച്ചുകൂടുകയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു. അവരുടെ ആരോപണം ഈ മമതാ ബാനർജി പറയുന്നത് പോലെ ഈ ജോ ബൈഡൻ ട്രംപിൽ നിന്നും വിജയം മോഷ്ടിച്ചു കൊണ്ടുപോയി എന്നായിരുന്നു അവരുടെ ആരോപണം. എന്നാൽ അത്തരത്തിലുള്ള ആരോപണങ്ങളൊന്നും തന്നെ ഭാവിയിൽ അവർക്ക് കോടതി മുമ്പാകെ സ്ഥാപിച്ചെടുക്കാൻ കഴിഞ്ഞില്ല. അവരുടെ ഏക ലക്ഷ്യം എങ്ങനെയെങ്കിലും ഭരണഘടനാപരമായിട്ടുള്ള ഈ ട്രാൻസ്ഫർ ഓഫ് പവർ, അധികാര കൈമാറ്റം, അതിൽ എങ്ങനെയെങ്കിലും ഡിലേ വരുത്തുക എന്നുള്ളത് മാത്രമായിരുന്നു അവരുടെ ലക്ഷ്യം. എങ്കിലും അന്ന് ഒരുപാട് പേർ മരിച്ചു, പലർക്കും പരിക്ക് പറ്റി, പലരെയും പോലീസ് അറസ്റ്റ് ചെയ്തു, പിന്നീട് പ്രോസിക്യൂട്ട് ചെയ്തു. അതിനെ തുടർന്ന് ട്രംപിനെ ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സ് ഇംപീച്ച് ചെയ്തു. എങ്കിലും തുടർന്ന് സെനറ്റ് അദ്ദേഹത്തെ കുറ്റവിമുക്തൻ ആക്കുകയാണ് ചെയ്തത്. എന്നാൽ ഇന്നും ഹിൽ ടോപ്പ് ഇൻസിഡൻറ്റ് ഒരു തെളിവായിട്ട്, ഒരു പ്രതീകമായിട്ട് നിലനിൽക്കുകയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തെറ്റായ ഇൻഫർമേഷൻ സ്പ്രെഡ് ചെയ്യുന്നതിലൂടെ അത് ആൾക്കാരുടെ മനസ്സിനെ എങ്ങനെയാണ് തെറ്റായ രീതിയിൽ സ്വാധീനിക്കുന്നത് എന്നും അവർ എങ്ങനെയാണ് ഈ അക്രമകാരികൾ ആകുന്നതെന്നും ഭരണഘടനാ സ്ഥാപനങ്ങളെ, ജനാധിപത്യ സ്ഥാപനങ്ങളെ ആക്രമിക്കുന്നത് എന്നും അതിലൂടെ എങ്ങനെയാണ് ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തെ അവർ സ്വാധീനിക്കുന്നത് എന്നും അതിനൊക്കെയുള്ള ഒരു തെളിവായിട്ട് ഇപ്പോഴും ഹിൽ ടോപ്പ് ഇൻസിഡൻറ്റ് നിലനിൽക്കുകയാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ശാപം എന്ന് പറയുന്നത് ഈ മമതാ ബാനർജിയെയും പിണറായി വിജയനെയും ലാലു പ്രസാദ് യാദവിനെയും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയെയും ഒക്കെ പോലെ ഉള്ള ആൾക്കാരാണ് അധികാരത്തിൽ വരുന്നത് എന്നുള്ളതാണ്. അവർ അധികാരത്തിൽ വരുന്നതിന് മുമ്പായിട്ട് ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്നു. എന്നാൽ അധികാരം കിട്ടിക്കഴിഞ്ഞാൽ ആ നിമിഷം തന്നെ അവർ ഭരണഘടനയെ മറക്കുന്നു. പിന്നെ നിയമം എന്ന് പറയുന്നത് അവർക്ക് തോന്നുന്നത് മാത്രമാണ്. എന്നാലും മിനിറ്റിന് ഞങ്ങൾ ഭരണഘടനയെ സംരക്ഷിക്കുന്നവരാണ് എന്നാണ് അവരുടെ അവകാശവാദം. ജോർജ് ഓർവെലിൻ്റെ 2 വിഖ്യാത കൃതികളാണ് 1945 പബ്ലിഷ് ചെയ്ത അനിമൽ ഫോമും 1984 എന്ന് പറയുന്ന നോവലും. അതിൽ അദ്ദേഹം ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത് സ്റ്റാലിൻ്റെ കാലത്തെ സോവിയറ്റ് റഷ്യയിലെ സംഭവങ്ങൾ ആണ്. അനിമൽ ഫാമിൽ മിക്കവാറും എല്ലാം മൃഗങ്ങളാണ് കഥാപാത്രങ്ങൾ.
എന്നാൽ അവർ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത് ഈ പല നേതാക്കന്മാരെയും ആണ്. അതിൽ മനുഷ്യരും ഉണ്ട് കഥാപാത്രങ്ങളായിട്ട്. പക്ഷേ മനുഷ്യർ റെപ്രസെൻറ്റ് ചെയ്യുന്നത് അന്നത്തെ സാർ ചക്രവർത്തിമാരെ കുറിച്ചിട്ട് ആയിരുന്നു. അതിലെ കഥ ഏകദേശം ഇങ്ങനെയാണ്. അതായത് ഈ ഒരു സോഷ്യലിസം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടിയിട്ട് ഈ മൃഗങ്ങളെല്ലാം കൂടി ചേർന്നിട്ട് ഒരു വിപ്ലവം സൃഷ്ടിക്കുന്നു. അതിലവർ മനുഷ്യരെ കീഴടക്കുന്നു, സാർ ചക്രവർത്തിമാരെ കീഴടക്കുന്നു. അതിനുശേഷം അവർ തന്നെ എങ്ങനെയാണ് സാർ ചക്രവർത്തിമാരെക്കാൾ ക്രൂരരായ ഏകാധിപതികൾ ആയി മാറുന്നത് എന്നുള്ള കാര്യമാണ് ഈ അനിമൽ ഫോമിൽ പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ പിണറായി വിജയൻ കഴിഞ്ഞ 10 വർഷം നമ്മളെ ഭരിച്ചു. അദ്ദേഹവും ഇന്ത്യൻ ഭരണഘടനയെ തൊട്ട് സത്യം ചെയ്തുകൊണ്ടാണ് ചീഫ് മിനിസ്റ്റർ ആയത്. എന്നാൽ ഈ അനിമൽ ഫോമിലെ അതിലെ മെയിൻ കഥാപാത്രം എന്ന് പറയുന്നത് നെപ്പോളിയൻ എന്ന് പറയുന്ന ഒരു പന്നിയാണ്. അപ്പോൾ ആ പന്നിയെപ്പോലെ എങ്ങനെയാണ് ഈ ഭരണഘടന ഉണ്ടായിട്ട് പോലും അദ്ദേഹം 10 വർഷം ഒരു ഏകാധിപതിയെ പോലെ നമ്മുടെ കേരളത്തെ ഭരിച്ചത്? അതിലുള്ള ഓരോ കഥാപാത്രങ്ങളെയും ഈ ജീവിച്ചിരുന്നവരും അല്ലാത്തവരുമായിട്ടുള്ള ഓരോ നേതാക്കന്മാരുമായിട്ട് ഈ കമ്പയർ ചെയ്തുകൊണ്ട് ഒരു വീഡിയോ ഞാൻ അടുത്തതായിട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ആ വീഡിയോ നിങ്ങളെല്ലാവരും കാണണം എന്ന് ഞാൻ ഇപ്പോൾ തന്നെ നിങ്ങളോടൊക്കെ അഭ്യർത്ഥിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ റിസൾട്ട് വന്നു കഴിഞ്ഞു. എന്താണ് അതിൻ്റെ അർത്ഥം? അടുത്ത 5 വർഷത്തേക്കുള്ള നമ്മുടെ MLA-മാർ ആരായിരിക്കും എന്നാണ് ഈ റിസൾട്ട് പറയുന്നത്. എന്നാൽ അവരാരും തന്നെ ഇപ്പോൾ നമ്മുടെ MLA അല്ല. അവർ എപ്പോൾ MLA ആകും? നമ്മുടെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 188 പ്രകാരം അവർ എപ്പോഴാണോ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ആ നിമിഷം മുതലായിരിക്കും ലീഗലി അവർ നമ്മുടെ MLA-മാർ ആകുന്നത്. നമ്മുടെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 172 പ്രകാരം ഒരു അസംബ്ലിയുടെ കാലാവധി എന്ന് പറയുന്നത് 5 വർഷമാണ്. പക്ഷേ അത് എപ്പോഴാണ് തുടങ്ങുന്നത്? ഈ റിസൾട്ട് വന്നതിൻ്റെ അന്ന് തൊട്ടാണോ? അല്ല. ഈ MLA-മാർ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് മുതലാണോ? അല്ല. മറിച്ച് നമ്മുടെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 174 പ്രകാരം എന്നാണോ ഈ അസംബ്ലിയുടെ ആദ്യ യോഗം ചേരുന്നത് അന്ന് മുതൽ 5 വർഷത്തേക്കാണ് ഈ പുതിയ അസംബ്ലിയുടെ കാലാവധി. ഫോർ എക്സാമ്പിൾ, കഴിഞ്ഞ മാസം 4-ാം തീയതിയാണ് ഇവിടുത്തെ റിസൾട്ട് വന്നത്. ഒരുപക്ഷെ 15-ാം തീയതി ഒരു പുതിയ CM ചാർജ് എടുത്തു എന്ന് പറയാം. അതിനുശേഷമായിരിക്കും ഈ അസംബ്ലിയുടെ ആദ്യത്തെ മീറ്റിംഗ് വിളിച്ചു കൂട്ടുന്നതും അതിൽ വെച്ചിട്ടായിരിക്കും ഈ MLA-മാർ സത്യപ്രതിജ്ഞ ചെയ്യുന്നതും. അപ്പോൾ എന്നാണോ ഈ അസംബ്ലിയുടെ ആദ്യത്തെ യോഗം വിളിച്ചു കൂട്ടുന്നത് അന്ന് മുതൽ 5 വർഷത്തേക്കായിരിക്കും പുതിയ അസംബ്ലിയുടെ കാലാവധി. 2021 അന്നത്തെ അസംബ്ലി ഇലക്ഷൻ്റെ റിസൾട്ട് വന്നത് മെയ് മാസം 2-ാം തീയതിയായിരുന്നു. പിണറായി വിജയൻ 3-ാം തീയതി രാജിവെച്ചു. തുടർന്ന് അദ്ദേഹം മെയ് മാസം 20-ാം തീയതി വീണ്ടും CM ആയിട്ട് സത്യപ്രതിജ്ഞ ചെയ്തു. അന്ന് വരെ അസംബ്ലി സമ്മേളിച്ചിരുന്നില്ല. തുടർന്ന് 24-ാം തീയതിയാണ് ആദ്യമായിട്ട് അസംബ്ലി സമ്മേളനം ചേർന്നതും ഈ MLA-മാരൊക്കെ അവരുടെ സത്യപ്രതിജ്ഞ ചെയ്തത്. ആ ദിവസം മുതൽ 5 വർഷത്തേക്കാണ് ഈ പഴയ അസംബ്ലി നിലവിൽ ഉണ്ടായിരുന്നത്. അതായത് ഈ മാസം 23-ാം തീയതി വരെ ഭരണഘടനാപരമായിട്ട് പഴയ അസംബ്ലിക്ക് നിലനിൽക്കാൻ കഴിയും. ഒരു അസംബ്ലി 5 വർഷം കാലാവധി പൂർത്തിയാക്കുന്നതിന് മുൻപ് വേണമെങ്കിലും മുഖ്യമന്ത്രി ആവശ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഗവർണർക്ക് ആ അസംബ്ലിയെ ഡിസോൾവ് ചെയ്യാം. അങ്ങനെ ഒരു സംഭവം നായനാരുടെ കാലത്ത് ഉണ്ടായിരുന്നു. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടത്തിയാൽ ജയിക്കാം എന്ന് കരുതിയിട്ട് അദ്ദേഹം അസംബ്ലി ഡിസോൾവ് ചെയ്യാൻ ആവശ്യപ്പെട്ടു. എന്നാൽ അപ്പോഴാണ് രാജീവ് ഗാന്ധി വധിക്കപ്പെടുന്നത്. തുടർന്ന് CPM-ന് അധികാരം നഷ്ടപ്പെടുകയും ചെയ്തു. അതുപോലെ തന്നെ എന്തെങ്കിലും നാഷണൽ എമർജൻസി ഉള്ള പക്ഷം പാർലമെൻറ്റിന് വേണമെങ്കിൽ ഏതെങ്കിലും ഒരു അസംബ്ലിയുടെ കാലാവധി 1 വർഷത്തേക്ക് നീട്ടിക്കൊടുക്കുന്നതിനും സാധിക്കും. അപ്പോൾ ഒരു അസംബ്ലി ഇലക്ഷൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നിലവിലുള്ള മുഖ്യമന്ത്രി രാജിവെക്കണമോ വേണ്ടയോ എന്നുള്ളതാണ് ഇവിടെ ഉയരുന്ന ചോദ്യം. അങ്ങനെ രാജിവെക്കണം എന്ന് ഭരണഘടനയിൽ ഒരിടത്തും തന്നെ പറയുന്നില്ല. എന്നിരുന്നാലും ഭരണഘടന ധാർമ്മികത മുൻനിർത്തി ഒരു റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നിലവിലുള്ള CM ഗവർണർക്ക് തൻ്റെ രാജിക്കത്ത് കൊടുക്കും. ഗവർണർ അത് സ്വീകരിക്കും. അതിനുശേഷം പറയും, നിങ്ങൾ ഒരു കാവൽ മന്ത്രിസഭയായി തുടരുക. എന്നാൽ എന്ന് വരെ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. എന്ന് വരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ന് വരെയാണോ ഈ അസംബ്ലിക്ക് 5 വർഷത്തെ കാലാവധി ഉള്ളത് അന്നേ ദിവസം വരെ തുടരാൻ മാത്രമേ ഗവർണർക്ക് ആവശ്യപ്പെടാൻ കഴിയൂ. കാരണം ആ കാലാവധി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു അസംബ്ലി തന്നെ ഇല്ലാതാകും. എപ്പോഴും ഒരു ചീഫ് മിനിസ്റ്റർക്ക് തുടരണം എന്നുണ്ടെങ്കിൽ അസംബ്ലിയുടെ ഈ മെജോറിറ്റി സപ്പോർട്ട് ഉണ്ടായിരിക്കണം. അപ്പോൾ അസംബ്ലി തന്നെ ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നെ ഒരു CM തുടരുന്ന ക്വസ്റ്റ്യൻ തന്നെ ഉദിക്കുന്നില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ മമതാ ബാനർജി ഇപ്പോൾ താൻ
റിസൈൻ ചെയ്യില്ല എന്ന് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇനി ബംഗാളിലെ കാര്യം എടുക്കുകയാണെങ്കിൽ 2021 മെയ് മാസം 2-ാം തീയതിയാണ് അവിടെ ഫലം പുറത്തു വന്നത്. 5-ാം തീയതി മമതാ ബാനർജി സത്യപ്രതിജ്ഞ ചെയ്തു. അസംബ്ലി ആദ്യമായിട്ട് യോഗം ചേർന്നത് 17-ാം തീയതിയായിരുന്നു. 17-ാം തീയതിയും 18-ാം തീയതിയും ഈ MLAമാർ സത്യപ്രതിജ്ഞ ചെയ്തു. അപ്പോൾ ഈ അസംബ്ലിയുടെ കാലാവധി തുടങ്ങിയത് 2021 മെയ് മാസം 17-ാം തീയതി ആയിരുന്നു. അതായത് ഈ മാസം 16-ാം തീയതി വരെ ആ അസംബ്ലിക്ക് ഭരണഘടനാപരമായിട്ട് നിലനിൽക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് മമതാ ബാനർജി ഇപ്പോൾ പറയുന്നത് താൻ രാജിവെക്കില്ല എന്ന്. അങ്ങനെയാണെങ്കിൽ വരുന്ന 17-ാം തീയതി ബംഗാളിൽ എന്ത് സംഭവിക്കും? അവിടെ പഴയ അസംബ്ലിയെ ഇല്ലാതാകും, ചീഫ് മിനിസ്റ്ററും ഇല്ലാതാകും. എന്നിട്ട് മമതാ ബാനർജിക്ക് താൻ CM ആണെന്ന് പറയാൻ കഴിയില്ല. ഇവിടെ നാം ഓർമ്മിക്കേണ്ട മറ്റൊരു കാര്യം, ഇപ്പോഴത്തെ ഇലക്ഷനിൽ മമതാ ബാനർജി പരാജയപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ ബംഗാളിൽ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്? അതായത് ഈ വരുന്ന 16-ാം തീയതി വരെ ഈ മമതാ ബാനർജി പറയാൻ പോകുന്നത് തൻ്റെ അസംബ്ലിക്ക് ഈ 16-ാം തീയതി വരെ നിലനിൽക്കാനുള്ള ഭരണഘടനാപരമായ അവകാശം ഉണ്ട് എന്നും തന്നെ പിരിച്ചുവിടാൻ അതുകൊണ്ട് തന്നെ ആർക്കും സാധിക്കില്ല എന്നും ആയിരിക്കും. പിന്നീട് 16-ാം തീയതി കഴിഞ്ഞാൽ അവർ പറയാൻ പോകുന്നത് പുതിയ തിരഞ്ഞെടുപ്പിലും താനാണ് ജയിച്ചത്, അതുകൊണ്ട് ഈ മറ്റേ അധികാരി ആവശ്യപ്പെടുന്നത് പോലെ തനിക്ക് തന്നെ മുഖ്യമന്ത്രിയായിട്ട് നിയമിക്കണം, തനിക്ക് ഈ ഫ്ലോർ ഓഫ് ദ ഹൗസിൽ തൻ്റെ മെജോറിറ്റി സ്ഥാപിക്കാനുള്ള അവസരം തരണം. അങ്ങനെ അവർ പറഞ്ഞാലും ഈ ഗവർണർക്ക് അത് സമ്മതിക്കേണ്ടി വരും. കാരണം ഒരാളുടെ മെജോറിറ്റി തെളിയിക്കപ്പെടേണ്ടത് ഫ്ലോർ ഓഫ് ദ ഹൗസിൽ ആണ്. അല്ലാതെ ഈ ഗവർണർക്ക് സ്വമേധയാ ഇയാൾക്കാണ് ഭൂരിപക്ഷം എന്ന് പറയാൻ സാധിക്കില്ല. അപ്പോൾ അവിടേക്ക് അവർ അത്തരത്തിലുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നമ്മുടെ ഭരണഘടനയെ തന്നെ ഒരു മോക്കറി ആക്കാനുള്ള ശ്രമം തീർച്ചയായിട്ടും നടത്തും. അതിനോടൊപ്പം തന്നെ അവർ കോടതികളിലും പോവും, വേണ്ടാത്ത ഒരുപാട് കേസുകൾ കൊടുക്കും. എന്നിരുന്നാലും എൻ്റെ കണ്ണിൽ തോന്നുന്നത് ഈ 16-ാം തീയതിയോടുകൂടി, ഈ മാസം 16-ാം തീയതിയോടുകൂടി അവരുടെ എല്ലാ രീതിയിലുമുള്ള എല്ലാ ഇല്ലീഗൽ അവകാശങ്ങളും അവസാനിക്കും എന്ന് തന്നെയാണ്. കാരണം ഈ ഇലക്ഷൻ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ വേണമെങ്കിൽ ഗവർണർക്ക് അതിനെ ഒരു പുതിയ അസംബ്ലി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ അദ്ദേഹത്തിൽ ഒരു കടമയുണ്ട്. അതുകൊണ്ട് ഈ 16-ാം തീയതി കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു അസംബ്ലിയുടെ യോഗം വിളിച്ചു ചേർക്കാൻ സാധിക്കും. അതിനു മുമ്പായിട്ട് തന്നെ അദ്ദേഹത്തിന് ഈ അധികാരിയെ CM ആയിട്ട് നിയമിക്കാനും സാധിക്കും. അൺടിൽ ആൻഡ് അൺലെസ് ദർ ഈസ് എ സ്റ്റേ ഓർഡർ ഫ്രം ദ കോർട്ട് അത് ഒരിക്കലും തന്നെ വരാനും പോകുന്നില്ല. കാരണം ഈ SIRനും ഈ കേന്ദ്ര ഏജൻസിക്കും ഇലക്ഷൻ കമ്മീഷനും ഒക്കെ എതിരായിട്ട് ഈ മമതാ ബാനർജി സുപ്രീം കോടതിയിൽ പോയിരുന്നു. ഓൺ എവരി അക്കൗണ്ട് അവരുടെ ആവശ്യങ്ങൾ സുപ്രീം കോടതി നിരാകരിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ഈ മമതാ ബാനർജി എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടനയെയും ബംഗാളിലെ ജനങ്ങളെയും അപമാനിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അവർ ചെയ്യേണ്ടിയിരുന്നത് ഈ ജനവികാരം, ജനവിധിയെ മാനിക്കുകയായിരുന്നു അവർ ചെയ്യേണ്ടിയിരുന്നത്. അതിനുശേഷം തൻ്റെ റെസിഗ്നേഷൻ കൊടുത്ത് വീട്ടിൽ പോയി സ്വസ്ഥമായിട്ടിരിക്കേണ്ടി ആയിരുന്നു അവർ ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ ഇപ്പോൾ ഭ്രാന്ത് ആയതിനാൽ അവർക്ക് നല്ല ഒരു നേർബുദ്ധി ഇല്ലാതായി മാറിയിരിക്കുകയാണ്. അപ്പോൾ ബംഗാളിൽ ഇനി പല നാടകങ്ങളും നടക്കാൻ പോവുകയാണ്. അതെന്താണെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും സ്ഥായിയായിട്ടുള്ള ഒരു ഭരണഘടനാപരമായിട്ടുള്ള ഒരു പ്രതിസന്ധി ഉണ്ടാകാൻ പോകുന്നില്ല. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ പോലും ഗവർണർക്ക് നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ട് അവിടെ പ്രസിഡൻസ് റൂൾ കൊണ്ടുവരാനും സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ മമതാ ബാനർജിയുടെ ഇത്തരത്തിലുള്ള അവകാശങ്ങളൊക്കെ അവരുടെ ഈ ഭ്രാന്തിൻ്റെ ഒരു ഭാഗമായി മാത്രം കാണുക. ബംഗാളിന് ഒരു പരിഹാരം ഉണ്ടാകും. എന്തായാലും അധികാരിയായിരിക്കും അവിടുത്തെ സുവേന്ദു അധികാരിയായിരിക്കും അവിടുത്തെ മുഖ്യമന്ത്രി എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധത്തിലും ഉള്ള തർക്കവും ഇല്ല. കാരണം നല്ല ബുദ്ധിയുള്ള ആൾക്കാരാണ് നമ്മുടെ ഭരണഘടന എഴുതിയത് എന്ന് തന്നെയാണ്. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടിക്കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ ഇത്തരത്തിലുള്ള ആൾക്കാർ അറിയേണ്ട കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വീഡിയോസാണ് സാധാരണ ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് പ്രയോജനം ലഭിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു തർക്കവുമില്ല. അപ്പോൾ ഈ വിഷയത്തെ സംബന്ധിച്ച് നിങ്ങളുടെ കമൻറ്റ്സ് ഇതിൻ്റെ അടിയിൽ രേഖപ്പെടുത്തണം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലും അത് ഉയർത്തണം. കാരണം അത് ക്ലാരിഫൈ ചെയ്യുന്നതിലൂടെ എനിക്കും കൂടുതൽ പുതിയതായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.